السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നമ്മെ മുസ്ലിമാക്കി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹാ അനുഗ്രഹത്തെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല. അല്ലാഹു എങ്ങാനും നമ്മെ മുസ്ലിമാക്കിയില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമുക്കൊരു പ്രയാസങ്ങൾ വന്നാൽ, നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഇന്ന് മറ്റിതര മതവിശ്വാസികളിൽ നിന്ന് മുസ്ലിമീങ്ങളെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഒരു ഘടകം അതാണ്. നമുക്ക് ഏത് സാഹചര്യത്തിലും സമയപരിമിതിയില്ലാതെ, ദിവസം നിശ്ചയിക്കാതെ, ഏത് ദിവസവും നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. എപ്പോഴും നമുക്ക് അല്ലാഹുവിനോട് പറയാം. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴും നമുക്ക് അല്ലാഹുവിനോട് പറയാം. നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമുക്ക് ചോദിക്കാനും നമുക്ക് പറയാനും നമ്മുടെ റബ്ബുണ്ട് എന്നുള്ളത് നമുക്കേറെ സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന കാര്യമാണ്. നമുക്കൊരു പ്രയാസം വന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അത് നമുക്ക് നന്മയാണ്. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നു, നമ്മുടെ ഒരു കുട്ടി മരണപ്പെട്ടെന്ന് സങ്കല്പിക്കുക, നമ്മുടെ ഉമ്മ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതൊക്കെ ഒരു വിശ്വാസിക്ക് ഖൈറാണ്. കാരണം അവൻ അതിൽ ക്ഷമിക്കും, ഇത് റബ്ബിന്റെ തീരുമാനമാണ് എന്ന ഉറച്ച വിശ്വാസം അവന്റെ മനസ്സിലുണ്ട്. അതിന് അവന് പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുമെന്ന് അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്ന ഏക മതം അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാണ്. പരിപൂർണമായ മതമാണത്, പരിപൂർണമായ മതം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലായിരിക്കെ അവിടത്തേക്ക് അവതരിച്ച ആയത്താണ്, ഇന്നിതാ നിങ്ങൾക്ക് നാം ദീന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഈ ദീനിനെ നിങ്ങൾക്ക് മതമായി നാം തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അത് സ്വീകരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി എന്ന് പറയുന്ന ഈ മഹത്തായ അനുഗ്രഹം, ഇതിനോട് നാം സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത എന്താണ്? അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹത്തോട് നമ്മുടെ ബാധ്യത എന്താണ്? അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക. ഇതെനിക്ക് റബ്ബ് നൽകി, അല്ലാഹു വിചാരിക്കുകയാണെങ്കിൽ ഇതെടുത്തു മാറ്റാൻ പറ്റില്ലേ? എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി കുറച്ചു കാലം ജീവിച്ചു, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഈ മതത്തെ, ഈ ഇസ്ലാമിനെ എടുത്തു കളഞ്ഞു. നമ്മുടെ പരിചയത്തിൽ വരെ ചില ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു, ദൈവനിഷേധത്തിലേക്ക് പോകുന്നു, ഇങ്ങനെ വൃത്തികെട്ട ആശയങ്ങളിലേക്ക്. ഇന്നും ചില ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് പോയി പണ്ട് മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിനെതിരെ വിമർശനം നടത്തുന്ന ആളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അല്ലാഹു നമുക്ക് ഈ സൗഭാഗ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നിലനിൽക്കാൻ നാം ചെയ്യേണ്ട കാര്യം സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പറയുന്നത് പോലെ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഇനിയും നിങ്ങൾക്ക് നാം എൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകും. വലഇൻ കഫർതും, ഇനി നിങ്ങൾ ഈ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന് റബ്ബിനെ നാം ശുക്ർ ചെയ്യണം. അത് ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ മുസ്ലിമാക്കിയതിന് അല്ലാഹുവിനെ നാം ശുക്ർ ചെയ്യുക. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ പടച്ചത്? നമുക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. എന്താണ് ആ ഉത്തരം? ഇബാദത്തിന്. അള്ളാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
മനുഷ്യരെയും ജിന്നുകളെയും നാം പടച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് നിർവഹിക്കാനാണ് എന്ന് അള്ളാഹു പറയുന്നു. ജോലി ചെയ്യാനല്ല, അല്ലെങ്കിൽ ദുനിയാവിന്റെ പിറകിൽ ഓടാനല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു ഭാഗമായതുകൊണ്ട് നമുക്കതൊക്കെ ചെയ്യാം, അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ ഇബാദത്ത് മറന്നുകൊണ്ട് നീ നിന്റെ ജോലിയിൽ ഏർപ്പെടുന്നുവെങ്കിൽ, നീ നിന്റെ ദുനിയാവിന്റെ മറ്റ് സൗകര്യങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ നീ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരനാണ്. നിന്നെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു പടച്ചത്, ആ ലക്ഷ്യം വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് നീ. ഇതിന് റബ്ബിന്റെ മുമ്പിൽ നാളെ നീ മറുപടി പറയേണ്ടി വരും. നമുക്ക് ഈ ചർച്ചകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ദിവസം നാം മരിക്കും, അതിനുശേഷം അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരും എന്ന ഉറച്ച വിശ്വാസമുള്ളവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് നമുക്ക് ഈ ചർച്ചകൾ. നമ്മൾ മരിക്കില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ചർച്ചകളുടെ ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. തോന്നുന്നത് പോലെ ജീവിക്കാം, ദുനിയാവിൽ എങ്ങനെയും നമുക്ക് നടക്കാം, ഹലാലും ഹറാമും നോക്കേണ്ട ആവശ്യമേ ഇല്ല, എന്തും നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നാം മരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. നിങ്ങളിൽ ഓരോരുത്തരും, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്കുക, ഓരോരുത്തരും, എല്ലാവരും നിങ്ങൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ അന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞ് സമാധാനിക്കാനല്ല, മറിച്ച് ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. ഒരു മറയുമില്ലാതെ അള്ളാഹു നിങ്ങളോട് നേരിട്ട് വിചാരണ ചെയ്യും. നേരിട്ട് റബ്ബ് നിങ്ങളോട് ചോദിക്കും ഈ അനുഗ്രഹങ്ങളെ കുറിച്ച്. അപ്പോൾ മരണം ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നക മയ്യിതുൻ, പ്രവാചകരെ താങ്കൾ മരണപ്പെടും, വഇന്നഹും മയ്യിതൂൻ, ഈ ജനങ്ങളും മരണപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് മരണം ഉറച്ചു വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാണിച്ചു തന്നിരിക്കുന്ന ജീവിത ലക്ഷ്യം അത് മുറുകെ പിടിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല. ഒരാൾ പറയാണ്, എനിക്കിതിനൊന്നും സൗകര്യമില്ല, എനിക്ക് വേണ്ടതുപോലെ നിസ്കരിക്കാൻ സൗകര്യമില്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നാശമായിരിക്കാണ് അവന് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് റബ്ബിനെ ധിക്കരിച്ചാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാനില്ല. ഇനി നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ഒന്നിച്ച് ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒന്നും വർദ്ധിക്കാനില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നാം ഓരോരുത്തരും ഇത് നിർവഹിക്കുന്നത് നമ്മുടെ പരലോകം നന്നാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ആഖിറം നന്നാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദീൻ, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം, ഇബാദത്ത്, അത് നല്ല നിലയിൽ നിർവഹിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു ഈ ദീനിൽ ചില അനുഷ്ഠാനങ്ങൾ, ചില ആചാരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചു, അതല്ലെങ്കിൽ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അയച്ചു. ഈ പ്രവാചകന്മാർ അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നു എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വം. നമ്മൾ ഒരു കടയിൽ ഒരു ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു മാർഗരേഖയുണ്ടാവും. അപ്രകാരം മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണം, നീ എന്ത് ചെയ്യണം, നീ നിന്റെ കുടുംബ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിന്റെ ഭാര്യയോട് എങ്ങനെ നീ പെരുമാറണം, നിന്റെ ഉമ്മയോട് നിന്റെ വാപ്പയോട് നീ എങ്ങനെ പെരുമാറണം, നിന്റെ കച്ചവടത്തിന്റെ നേരും നെറിയും നീ അറിയണം, ഹലാൽ ഏതാണ് ഹറാം ഏതാണ് എന്ന് വേർതിരിച്ച് നീ മനസ്സിലാക്കണം. ഇങ്ങനെ മരണം മുതൽ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി, പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യത്യസ്തമായ ഇബാദത്തുകൾ, ആരാധനകൾ നമുക്ക് പറഞ്ഞു തന്നു. ഇന്നതൊക്കെ നിങ്ങൾ ചെയ്യണം, ഇന്നതൊക്കെ നിങ്ങൾ ചെയ്തുകൂടാ, ഇന്നതിനോട് നിങ്ങൾ അടുത്തുപോലും പോയിക്കൂടാ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്രകാരം അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്ന ഏറെ പ്രാധാന്യമേറിയ വളരെ ചെറിയ സൂറത്താണ് സൂറത്തുൽ അസ്ർ എന്നുള്ളത്. സൂറത്തുൽ അസ്ർ നമ്മുടെ ഇന്നത്തെ ദർസിന്റെ വിഷയം തന്നെ നിങ്ങൾ ദീനിന്റെ പ്രചാരകരാവുക എന്നുള്ളതാണ്. ദീനിന്റെ പ്രചാരകരാവുക. സൂറത്തുൽ അസ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ദഅവത്ത്, നിങ്ങൾ ദീന് പ്രചരിപ്പിക്കുക എന്നത് എത്രമാത്രം പ്രാധാന്യമേറിയതാണ് എന്ന് മനസ്സിലാക്കും. എന്റെ സഹോദരങ്ങൾ ശരിക്ക് ചിന്തിക്കണം. അള്ളാഹു പറയാണ് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. എന്തുകൊണ്ടാണ് കാലം അള്ളാഹു സത്യം ചെയ്യുന്നത്? ഈ കാലത്തിലാണ് രാവും പകലും ഉള്ളത്. രാവും പകലിലുമാണ് മനുഷ്യൻ നന്മകളും തിന്മകളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു കാലം തന്നെയാണ് സത്യം.
സത്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം വന്നിട്ടുണ്ട് എങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഗൗരവമേറിയ ഒരു കാര്യമാണ് ഇനി റബ്ബ് ഉണർത്താൻ പോകുന്നത്. ശേഷം അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റിൻ. സാധാരണ ക്ലാസ്സുകളിൽ ഇരുന്ന് ഓരോന്ന് നമ്മളിങ്ങനെ കേട്ടുപോകുന്നതിന് പകരം എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബ് പറയാണ്, എന്നെയും നിങ്ങളെയും പടച്ച നമ്മുടെ റബ്ബ് പറയാണ്, നാം ഓരോരുത്തരും മനുഷ്യരെല്ലാവരും, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നിങ്ങളെല്ലാവരും നശിച്ചവരാണ്, നാശത്തിലാണ്. അള്ളാഹു പടച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ മനുഷ്യർ അവർ നാശത്തിലാണ്, നഷ്ടക്കാരാണ്. ഇനി നിങ്ങൾക്ക് വിജയിക്കണമോ റബ്ബിന്റെ മുന്നിലെത്തിയാൽ? നേരത്തെ നാം സൂചിപ്പിച്ച റബ്ബിന്റെ മുന്നിലുള്ള വിചാരണയിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അള്ളാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉണ്ടാകണം. ഒന്നാമത്തെ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകണം. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം. വതവാസൗ ബിൽ ഹഖ്, സത്യം നിങ്ങൾ പരസ്പരം വസിയത്ത് ചെയ്യണം. നിങ്ങൾ അന്യോന്യം സത്യം പറഞ്ഞു കൊടുക്കണം. നല്ല കാര്യങ്ങൾ നിങ്ങൾ കൈമാറാൻ തയ്യാറാകണം. വതവാസൗ ബിസ്സബ്ർ, അതിന്റെ പേരിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ ക്ഷമിക്കാനും നിങ്ങൾ പരസ്പരം പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. 4 കാര്യങ്ങൾ. ഇന്നത്തെ ഈ ദർസ് കഴിഞ്ഞ് പോകുന്ന എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടാകണം. സൂറത്തുൽ അസ്റിൽ അള്ളാഹു പറയുന്ന ഈ 4 കാര്യങ്ങൾ, ഇത് അഥവാ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അള്ളാഹുവാണ് പറയുന്നത് നീ പരാജിതനാണെന്ന്. റബ്ബ് നിന്നെ പരാജയപ്പെടുത്തിയാൽ ഈ ദുനിയാവിൽ പ്രിയപ്പെട്ടവരെ എത്ര സമ്പാദ്യമുണ്ടെങ്കിലും, എത്ര തന്നെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും, നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ പിന്നിൽ അണിനിരക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് എങ്കിലും റബ്ബിന്റെ മുന്നിൽ ഏകനായി നാം വിചാരണയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ നാം പരാജിതനാണ്. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, അൽ ഈമാൻ, നിനക്ക് വിശ്വാസമുണ്ടാകണം, അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം. എൻ്റെ റബ്ബ് എന്നെ പടച്ചു, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അവൻ എൻ്റെ ഖാലിഖാണ്, സൃഷ്ടാവാണ്. ആ റബ്ബിനോടുള്ള ബാധ്യതകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് അധികം വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ പഠിക്കണം റബ്ബിനെ കുറിച്ച്. നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നിങ്ങൾക്ക് വെള്ളം നൽകുന്ന, നിങ്ങൾക്ക് വായു നൽകുന്ന, നിങ്ങൾക്ക് ശ്വസിക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയ, ഭക്ഷണം നൽകിയ ഏകനായ റബ്ബ്, അവനെക്കുറിച്ച് നിങ്ങൾ അറിയണം, നിർബന്ധമായും അറിയണം. നിങ്ങൾ ആരും കരുതരുത് നമ്മുടെ മിടുക്കുകൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് എന്ന്. ഒരു ചെറിയ അണുബാധ വന്നാൽ, ഒരു ചെറിയ വൈറസ് വന്നാൽ ഭൂമി ലോകം എങ്ങനെയാണ് ഭൂമിയെ ഒന്നടങ്കം അള്ളാഹു സ്തംഭിപ്പിച്ചത് എന്നത് സമീപകാലം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയിട്ടേ ഉള്ളൂ. റബ്ബിന്റെ അനുഗ്രഹമില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു ശ്വാസമെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നാം ഇന്ന് അൽഹംദുലില്ലാ ഈ മസ്ജിദിലിരുന്ന് ശ്വസിക്കുന്നു, നമുക്ക് പ്രയാസമില്ല. ഇതേ ഭൂമിയിലുള്ള ചില ആളുകൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ ഓക്സിജൻ വെച്ചുകൊണ്ട്, കൃത്രിമ ശ്വാസം വെച്ചുകൊണ്ട് അവർ ശ്വാസം എടുക്കുന്നു. എന്താണ് ഇതിനെ സംവിധാനിച്ചത്? ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ഒരേ സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നു, മറ്റൊരാൾക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല. രണ്ടുപേരുടെയും ശരീരഘടനയിൽ ആ മാറ്റം കൊണ്ടുവന്നത് ആരാണ്? ഏകനായ അള്ളാഹുവാണ്. ആ റബ്ബിനെ നാം തിരിച്ചറിയണം. ഇല്ലല്ലദീന ആമനു, ഉറച്ച വിശ്വാസം നമുക്ക് വേണം. വഅമിലു സ്വാലിഹാത്ത്, നാം അമലു സ്വാലിഹാത്ത് ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ചു തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. നമ്മുടെ നിസ്കാരങ്ങൾ നാം മുറപോലെ നിർവഹിക്കണം. നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റം, നമ്മുടെ ഉമ്മമാരോടുള്ള പെരുമാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, ഇങ്ങനെ നമ്മുടെ ദീൻ നമുക്ക് നിർദ്ദേശിച്ചു നൽകുന്ന എല്ലാ മേഖലയിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിനെ ധിക്കരിക്കാൻ പാടില്ല. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, നീ ഒരു കാര്യം അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ നീ ധിക്കരിക്കുന്നത് നിസാരമായൊരു പാപമാണെന്നല്ല നീ ചിന്തിക്കേണ്ടത്. മറിച്ച് നീ മറ്റൊരു സഹോദരന്റെ കയ്യിലുള്ള ബ്രഷ് നീ കട്ടെടുക്കുകയാണെങ്കിൽ പോലും നീ ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്. റബ്ബിനെയാണ് നീ ധിക്കരിക്കുന്നത്. അവൻ നിന്നെ കാണുന്നു, അവൻ നിന്നെ കാണുന്നുണ്ട്. അവന്റെ കണ്ണിൽ നിന്ന് മറയാൻ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി നാം വർദ്ധിപ്പിക്കുക. ശേഷം 3ാമത്തെ വിശേഷണം എന്താണ്? അത്തവാസി ബിൽ ഹഖ്, സത്യം പരസ്പരം പറഞ്ഞു കൊടുക്കണം. ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതമാണ്. നമ്മൾ വിശ്വസിക്കുക, നാം ഓരോരുത്തരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. 3ാമത്തെ കാര്യം എന്താണ്? വതവാസൗ ബിൽ ഹഖ്, മറ്റുള്ളവർക്ക് നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കുക. ഇത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതാണ്. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പാക്ക്,
നമ്മുടെ സഹോദരികൾക്ക്, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, നാട്ടുകാർ, എല്ലാവർക്കും നമുക്ക് സാധിക്കുന്നത് എന്താണോ അവർക്ക് നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കുക. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും, എത്ര നിസ്സാരമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ കണ്ണിൽ നാം നിസ്സാരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമായിരിക്കും അള്ളാഹുവിങ്കിൽ നമ്മുടെ ദറജ ഉയർത്തുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു സ്ത്രീ യാത്രാമധ്യേ ഒരു നായ ദാഹിച്ചു വലയുന്നത് കാണുന്നു. വേശ്യയായ മോശപ്പെട്ട സ്ത്രീയായിരുന്നു അവർ. പക്ഷെ ആ നായയുടെ ദാഹം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് ഇറങ്ങി ആ നായക്ക് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ചെരുപ്പിൽ വെള്ളം കോരി കുടിക്കാൻ വേണ്ടി നൽകി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാഹു ആ സ്ത്രീക്ക് വിട്ടുവീഴ്ച ചെയ്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മകളിൽ നിന്ന് ഒരു കാര്യത്തെയും സഹോദരങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ, പ്രവാചകൻ പറഞ്ഞു, ഉദാഹരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിന്റെ സഹോദരന്റെ മുഖത്ത് നീ നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്നതാണെങ്കിൽ പോലും അതിനെ നീ നിസ്സാരമായി കാണരുത്. ഒരു പക്ഷേ നിന്നിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആ സ്വഭാവമായിരിക്കാം, നിന്നിൽ നിന്ന് നിന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ആ സ്വഭാവമായിരിക്കാം. പരസ്പരം നമ്മൾ ഹക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നാം പറഞ്ഞു കൊടുക്കുക. ആർക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഈ ദീനിന്റെ പ്രബോധനം അത്തരത്തിൽ നാം നിർവഹിക്കാൻ തയ്യാറാവുക. അതിന് ധാരാളം നമ്മൾ പഠിക്കണമെന്നില്ല, നമുക്കറിയാവുന്ന കാര്യം. ഇപ്പൊ നിങ്ങൾ 5 വക്ത് നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാണെന്നറിയാം, നിങ്ങൾക്ക് ധാരാളം കൂട്ടുകാരുണ്ടാകും. ആരെങ്കിലും പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ അവനോട് പറയാം, നിസ്കരിക്കാൻ വാ, സ്നേഹത്തോടെ അവനെ പള്ളിയിലേക്ക് നിങ്ങൾക്ക് ക്ഷണിക്കാം. ഏതൊരു ഖൈറാണോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുന്നത് ആ കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. വതവാസൗ ബിസ്സബ്ർ, ആ വിഷയത്തിൽ പരസ്പരം ക്ഷമ കൈക്കൊള്ളാനും നിങ്ങൾ പറയുക. എന്തിനാണ് ക്ഷമ കൈക്കൊള്ളുന്നത്? നന്മകൾ ചെയ്യുമ്പോൾ ക്ഷമയുണ്ടാകണം. കാരണം പിശാച് ഇങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകാം. മസ്ജിദിൽ വന്ന് നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് പോയാൽ ചങ്ങാതിമാരോട് കൂടി ഇരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഏർപ്പെടാം എന്നിങ്ങനെ പിശാച് മനസ്സിൽ ചിന്ത കൊണ്ടുവരും. അവിടെ നമുക്ക് ക്ഷമയുണ്ടാകണം. ഇബാദത്ത് ചെയ്ത് തീരുന്നത് വരെ ക്ഷമയുണ്ടാകണം. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ പിശാച് ഇത്തരത്തിലുള്ള ചിന്ത കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പിശാചിന് വഴിപ്പെട്ടു കൊടുക്കരുത്. നിങ്ങൾ തീരുമാനം എടുക്കുക, ഞാൻ നിസ്കരിച്ചു, ഞാൻ എന്തായാലും നിസ്കരിക്കും, നിസ്കാരശേഷം സുന്നത്ത് കൂടി നിസ്കരിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഒരു മാസം 2 മാസം നിങ്ങളൊന്ന് നന്നായി അത് പരിശ്രമിച്ചാൽ പിന്നീട് ബീദിനില്ല താരതമ്യേന ഒന്നുകൂടി എളുപ്പമാകും. അതല്ലെങ്കിൽ പിശാച് വല്ലാതെ മനസ്സിൽ മന്ത്രിക്കും. പിശാച് എങ്ങനെയും നിസ്കാരം പൂർത്തീകരിക്കാൻ സമ്മതിക്കുകയില്ല. നിസ്കാരക്കാരനോട് ഇപ്പൊ ഒന്ന് പോകാം, ഇപ്പം പുറത്തു പോയി ചങ്ങായിമാരൊക്കെ ഉണ്ട്, നല്ല മഴയാണ്, ഒന്ന് ചായ കുടിക്കാൻ പോകാം. പിശാച് പലതരത്തിലുള്ള ചിന്താഗതികൾ മനസ്സിൽ കൊണ്ടുവരും. അതിനൊന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ വഴിപ്പെട്ടു കൊടുക്കരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പിശാചിന് വഴിപ്പെടുന്ന ഒരാളാവാൻ നമുക്ക് എങ്ങനെയാ സാധിക്കുക? ഇത്രയും വൃത്തികെട്ട ഈ പിശാചിന് വഴിപ്പെടാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? എത്രമാത്രം മോശമാണ് ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കാര്യമെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അസ്റിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ മേൽ ഈ ഖുർആനൊന്നും അവതരിപ്പിക്കാതെ കേവലം ഈ ഒരു സൂറത്ത് മാത്രമാണ് അവതരിപ്പിച്ചത് എങ്കിൽ അത് തന്നെ അവർക്ക് ഹിദായത്തിന് മതിയായതാണ്. അത് തന്നെ മതിയായതാണ്. ഈ ഒരു സൂറത്ത് മാത്രം ചിന്തിച്ചാൽ ഒരു വ്യക്തിക്ക് നന്നാകാൻ സാധിക്കും. ഈ ഒരു സൂറത്തായിരുന്നു അള്ളാഹു അവതരിപ്പിച്ചതെങ്കിൽ അത് തന്നെ തെളിവായി മതിയായതാണ് എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. അതുകൊണ്ട് സഹാബത്തിന്റെ ജീവിതം നിങ്ങൾ വായിച്ചു നോക്കൂ. അബൂ മദീനത്ത് അദ്ദാരിമി റഹിമഹുല്ലാഹ് പറയുന്നു, ചിലർ അദ്ദേഹം സ്വഹാബിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, كان الرجلان من أصحاب النبي صلى الله عليه وسلم إذا التقيا لم يفترقا حتى يقرأ أحدهما على الآخر. 2 സഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ ഈ സൂറത്ത് പാരായണം ചെയ്യും. ശേഷം അദ്ദേഹം പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്ന സൂറത്ത് അവർ പരസ്പരം പാരായണം ചെയ്യുകയും പിന്നീട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് അബൂ മദീനത്ത് അദ്ദാരിമി റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? എപ്പോഴും കാണുമ്പോൾ നാം പരസ്പരം ഉണർത്തിക്കൊണ്ടിരിക്കുക. സഹാബത്തിന്റെ ജീവിതം നിങ്ങൾ നോക്കൂ. നമ്മെ പോലെ ജീവിച്ചവരല്ലേ അവർ. അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് കച്ചവടങ്ങളുണ്ട്. അൻസാരികളായ സഹാബികൾക്ക് കൃഷിയിടങ്ങളുണ്ട്, അവർക്ക് തോട്ടങ്ങളുണ്ട്, അവരുടെ കീഴിൽ ജോലിക്കാരുണ്ട്. അവർ വലിയ കച്ചവടക്കാരായിരുന്നു. പക്ഷേ അവർ 2 ആളുകൾ പരസ്പരം കണ്ടാൽ സൂറത്തുൽ അസ്ർ പരസ്പരം ഓതിക്കൊടുക്കും. എന്തിനാണ്? ചിന്തിക്കാൻ. നീ കച്ചവടം
നിന്റെ ഈ ബിസിനസ്, നീ ദുനിയാവിന്റെ പിറകിൽ ഓടുന്ന ഈ ഓട്ടമെല്ലാം അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചില്ല എങ്കിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നാശത്തിലാണ് എന്ന് പറഞ്ഞ മനുഷ്യരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടാകും എന്ന ഉണർത്തലാണ്. ഇത് പരസ്പരം ഉണർത്തിക്കൊണ്ടേയിരിക്കണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം ഇത്തരത്തിൽ പരസ്പരം വസിയത്തുകൾ ചെയ്യുകയും ഇത്തരത്തിൽ പരസ്പരം നസീഹത്തുകൾ കൈമാറുകയും ചെയ്യുന്നത് എത്രമാത്രം കുറവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, ഇന്നു മുതൽ തീരുമാനമെടുക്കുക. ബിഇദ്നില്ലാഹ് ഈ സൂറത്തിൽ പറഞ്ഞതുപോലെ ഇത് ആർക്കും തെളിവാണോ അല്ലയോ എന്ന വിഷയത്തിലൊന്നും തർക്കമുള്ള കാര്യമല്ലല്ലോ. സൂറത്തുൽ അസ്റിൽ അള്ളാഹു നേരിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇന്ന് നാം തീരുമാനമെടുക്കുക, ഈ ഖുർആൻ എൻ്റെ ജീവിതത്തിൽ ബിഇദ്നില്ലാഹ് ഞാൻ അമൽ ചെയ്യും, ഈ ആയത്തനുസരിച്ച് അമൽ ചെയ്യും. എങ്ങനെയാ അമൽ ചെയ്യാം? പരസ്പരം നന്മകൾ പറഞ്ഞു കൊടുക്കുക. ഇത്ര നിസ്സാരമാണെങ്കിലും നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾക്ക് ഉമ്മ ഭക്ഷണം നൽകി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഭക്ഷണം നൽകി, അവരോട് പറയാ ജസാക്കല്ലാഹു ഖൈറൻ. ഇതുവരെ പറയാത്തതാണെങ്കിൽ ഉമ്മ ചോദിക്കും, അതെന്താ മോനെ അങ്ങനെ പറഞ്ഞ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരോട് നിങ്ങൾ ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയണം. ഒരു ഖൈർ ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഉമ്മ അത് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ കൂലിയുണ്ട്. ഇനി ഉമ്മ അത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചതിൻ്റെ കൂലിയുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അരികിലിരുന്ന് തുമ്മി, നിങ്ങൾ അവരോട് പറയാ മോനെ അൽഹംദുലില്ലാ പറയണം. ഇനി അവന് മനസ്സിലാക്കാനൊക്കെയുള്ള പ്രായമാണെങ്കിൽ ബാക്കിയുള്ള യർഹമുക്കല്ലാഹ് തുടങ്ങിയ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ നിസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. സുന്നത്ത് നിസ്കാരങ്ങളെ, ഭാര്യ മഗ്രിബ് നിസ്കാര ശേഷം പെട്ടെന്ന് നിസ്കാര കുപ്പായം അഴിച്ചു മാറ്റി സാധാ അവരുടെ ജോലിക്ക് ഇറങ്ങിയാൽ അവരോട് പറഞ്ഞു കൊടുക്കുക, മഗ്രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. വതവസൗ ബിൽ ഹഖ്, നിങ്ങൾ ഇങ്ങനെ നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആദ്യം നടപ്പിലാക്കുക. വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന് പ്രവാചകരോട് അല്ലാഹു പറഞ്ഞില്ലേ? ആദ്യം അടുത്ത കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുക. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. അത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ബന്ധുക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, അവർ ചെയ്യുന്ന തെറ്റുകൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്യരുത്. ആരെങ്കിലും പലിശ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ അരികിൽ പോയിട്ട് പറയാം, ഇത് പാടില്ല. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കമ്മ്യൂണിറ്റി, ഒരു മുസ്ലിം സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഉണർന്നാൽ, എല്ലാവരും നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് ആളുകളെ വിലക്കുകയും ചെയ്താൽ എത്രമാത്രം ഖൈറുകൾ ഉടലെടുക്കും. അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? സമൂഹത്തെ ഒന്നടങ്കം പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് പ്രയാസമാണ്. നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, ഇത്രയും കാലം പലരും ചെയ്യാത്ത ഒരു കാര്യം എന്താണ്? നമ്മുടെ വീട്ടിൽ അത് നടപ്പിലാക്കുക. നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ സഹോദരികളോട്, സഹോദരന്മാരോട് നിങ്ങൾ ഖൈർ പറഞ്ഞു കൊടുക്കുക. ബിഇദ്നില്ലാഹ് അവർ സ്വീകരിക്കും. അതാണ് വതവാസൗ ബിൽ ഹഖ്. നിങ്ങൾ ഈ ദീനിനെ നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രചരിപ്പിക്കുക. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഉമ്മയോട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവരെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ ഖൈറുകളാണോ നാം പഠിപ്പിച്ചു കൊടുക്കുക? അതല്ല നമ്മുടെ ഉപ്പാക്ക് നമ്മളൊരു കാറ് ഗിഫ്റ്റായി കൊടുക്കുക എന്നതാണല്ലോ ട്രെൻഡൊക്കെ, സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? അതല്ല പരലോകത്ത് അവരെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണോ? ഉപ്പ ശിർക്ക് ചെയ്യുന്നുണ്ട്, ബിദ്അത്ത് ചെയ്യുന്നുണ്ട്, അനാചാരങ്ങൾ ചെയ്യുന്നു, പാപങ്ങൾ ചെയ്യുന്ന സഹോദരങ്ങൾ നമുക്കുണ്ട്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് താടി വടിച്ചു നടക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് നാം നൽകേണ്ട ഏറ്റവും വലിയ ഉപകാരം എന്താണ്? പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവർ സന്തോഷമുള്ളവരായി കണ്ടുമുട്ടാൻ നാം സഹായിച്ചു കൊടുക്കണം. അതാണ് ഇഷ്ടമുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ അവിടുത്തെ ധാരാളമായി സഹായിച്ചു. അബൂ താലിബ് എപ്പോഴും പ്രവാചകൻ അബൂ താലിബിന്റെ വിഷയത്തിൽ പരിശ്രമിച്ചത് എന്തായിരുന്നു? എങ്ങനെയെങ്കിലും അബൂ താലിബ് ഒന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ. മുസയ്യിബ് ഇബ്നു ഹുസ്ൻ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ താലിബിന് മരണമാസന്നമായപ്പോൾ പോലും പ്രവാചകൻ ആ വീട്ടിലേക്ക് വരും. അബൂ താലിബിനോട് പറയും, യാ അം മൂതാപ്പ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഒന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, താങ്കൾ അത് പറഞ്ഞുവെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് താങ്കൾക്ക് വേണ്ടി ശുപാർശ നടത്താൻ സാധിക്കും, സാക്ഷ്യം പറയാൻ സാധിക്കും. ഒന്ന് പറയും മൂതാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം പരിശ്രമിച്ചു. ജനങ്ങളെല്ലാവരും ഹിദായത്തിലാകാൻ എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മെനക്കെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഉഹദ് ദിവസത്തിൽ താങ്കൾ അനുഭവിച്ച പ്രയാസത്തെക്കാളും പ്രയാസമുണ്ടായ ഏതെങ്കിലും ഒരു ദിവസം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു. പ്രവാചകന്റെ മുൻ പല്ല് പൊട്ടി, അവിടുത്തെ നെറ്റി പൊട്ടി, അവിടുത്തെ തലയിൽ നിന്ന് മുഖത്ത് നിന്ന് ചോര ഒഴുകാൻ വേണ്ടി തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടു, പ്രയാസപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നുവരെ വാർത്തകൾ പ്രചരിച്ചു. സഹാബികൾ പറഞ്ഞു, പ്രവാചകൻ മരിച്ചുവെങ്കിൽ പിന്നെ എന്തിന് നാം ജീവിക്കണം? എങ്ങനെ പ്രവാചകൻ മരിച്ചു അതുപോലെ നമുക്കും മരിക്കാം എന്ന് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപനം നടത്തി. അത്രയും കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു സംഭവമായിരുന്നു ഉഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ചോദിക്കുന്നു, പ്രവാചകരെ, അതിനേക്കാളും കഠിനമായ ഏതെങ്കിലും ഒരു ദിവസം താങ്കളുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടന്നുപോയിട്ടുണ്ട്. ഏതായിരുന്നു ആ ദിവസം? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങി. മക്കക്കാർ പ്രവാചകനെ ആട്ടി ഓടിച്ചു. പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ നേതാവിന്റെ കഥയാണ്. പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അബൂ ത്വാലിബിന്റെയും ഖദീജയുടെയും വഫാത്തോടുകൂടി മക്കയിൽ പ്രവാചകന് നിൽക്കാൻ പ്രയാസമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു, ത്വായിഫിലേക്ക് പോകാം. ത്വായിഫിൽ സഖീഫ് ഗോത്രം പ്രവാചകന്റെ കുടുംബക്കാരാണ്. അവർക്ക് ദഅവത്ത് നടത്തിയാൽ അവരെന്റെ ഈ ദഅവത്ത് സ്വീകരിക്കുമായിരിക്കാം. അവർ വലിയ സ്ഥാനമുള്ളവരാണ്. അവർ ഈ ദഅവത്ത് സ്വീകരിച്ചാൽ എനിക്ക് വലിയ നന്മയുണ്ടാകുമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി. ഇന്നത്തെ സംവിധാനങ്ങളില്ല, കാറുകളില്ല, ബസ്സുകളില്ല. ഏകദേശം 70ഓളം കിലോമീറ്ററുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ട് ഈ ദീനിന്റെ പ്രചാരണത്തിന്, അള്ളാഹുവിനെ ഓർക്കാൻ, ലോകത്ത് റബ്ബിനെ കുറിച്ചുള്ള സ്മരണ നിലനിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. ത്വായിഫിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഗോത്രത്തിന്റെ നേതാക്കന്മാരെ, സഖീഫിൽപ്പെട്ട 3 നേതാക്കന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചു. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, ഈ ദീന് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പ്രവാചകരെ പരിഹസിച്ചു, ആട്ടി ഓടിച്ചു. അവർ കേവലം അവരെ കൊണ്ട് സാധിക്കുന്ന ദുൽമ ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കാൻ വേണ്ടി പറയുന്നു. പ്രവാചകന്റെ പിന്നാലെ കല്ലെറിഞ്ഞും വേദനിപ്പിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ അവർ കൂടുന്നു. അവിടുന്ന് നടന്നു പോകുമ്പോൾ അവിടുത്തെ കാലിൽ നിന്ന് രക്തമൊലിച്ച്, ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നതുപോലെ ചെരുപ്പിലൊക്കെ രക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങി. അവസാനം പ്രവാചകന്റെ ബോധക്ഷയം സംഭവിച്ചതുപോലെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഖർനുസ് സആലിബ് എന്ന് പറയുന്ന ഇന്നത്തെ സൈലുൽ കബീറിനടുത്ത് എത്തിയപ്പോഴാണ് പ്രവാചകന് ശരിക്കൊരു ബോധം വരുന്നത്. ഈ സമയം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇതാ പർവ്വതത്തിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കന്റെ കൂടെയുണ്ട്. ആ മലക്ക് പ്രവാചകനോട് സലാം ചൊല്ലും. പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, ഇതാ ഈ വിഭാഗം തായിഫ് നിവാസികൾ താങ്കൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പ്രഹരം നാം ഇതാ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതാ ഈ 2 പർവ്വതങ്ങൾ, അബൂ ഖുബൈസും ഖുഐഖിആൻ എന്നീ പേരുള്ള 2 പർവ്വതങ്ങൾ, അവരുടെ മേലങ്ങ് നെരിച്ചു കളഞ്ഞ് ആ സമൂഹത്തെ അങ്ങ് നശിപ്പിച്ചു കളയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പാഠമാണ്. ഇന്ന് ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ എന്നെ കളിയാക്കുമോ, അവൻ എന്നെ പരിഹസിക്കുമോ എന്നൊക്കെയാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ച് ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി ഇത്രയും പ്രയാസമുള്ള ഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്ക്, ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദ ലാ യുശ്രികു ബിഹി ഷൈഅ. അതൊന്നും വേണ്ട, അങ്ങനെ അവരെ നശിപ്പിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരാളെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് പിന്നീട് അവരുടെ തലമുറകളിലോ മറ്റോ ഉണ്ടാകുമെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രവാചകൻ നന്മ ആഗ്രഹിച്ചിരുന്നു, എത്രമാത്രം ഈ ദീന് പ്രചരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. ഒരു വാക്ക് മിണ്ടിയിരുന്നുവെങ്കിൽ ഈ മലക്കുകൾ ഈ ജനങ്ങളെ നശിപ്പിക്കുമായിരുന്നു.
തന്റെ ശരീരം മുറിവേൽപ്പിച്ച, തന്റെ മനസ്സിന് പ്രയാസമുണ്ടാക്കിയ, ബോധക്ഷയം സംഭവിക്കുന്ന നിലയിൽ വരെ പ്രവാചകനെ ദ്രോഹിച്ച ആളുകൾ അവരുടെ പരമ്പരയിൽ ഒരാളെങ്കിലും റബ്ബിനെ ആരാധിക്കുന്നവനായി വളർന്നിരുന്നുവെങ്കിൽ അതല്ലേ എനിക്ക് ഖൈർ എന്ന് ചിന്തിച്ച ആ പ്രവാചകൻ അനുയായികളല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പാക്ക്, നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മയുടെ സഹോദരികൾ, നമ്മുടെ വാപ്പയുടെ സഹോദരന്മാർ, അവരിലൊക്കെ ശിർക്കും ബിദ്അത്തും ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിന്റെ ദീൻ അവരിലേക്ക് നാം എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ ദീൻ അവർക്ക് നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതാണ് യഥാർത്ഥത്തിൽ അവരോട് സ്നേഹമുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മുശ്രിക്കായിരുന്നു, സത്യനിഷേധിയായിരുന്നു. എപ്പോഴും പ്രവാചകനെ കുറ്റം പറയും. അബൂ ഹുറൈറ പറയും, ഉമ്മ ഒന്ന് ഇസ്ലാം സ്വീകരിക്കും, ഒന്ന് പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കുക. ഇത് പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, പ്രവാചകനെ കുറിച്ച് കുറ്റം പറയും. അങ്ങനെ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനെ കുറിച്ച് മോശം കേട്ടപ്പോൾ കരച്ചിൽ വന്നു. അദ്ദേഹം കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ പലതവണയായി ഉമ്മയോട് പറയും, പക്ഷെ ഉമ്മ കേൾക്കുന്നില്ല, ഉമ്മ അനുസരിക്കുന്നില്ല. താങ്കളൊന്ന് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് നീ ഹിദായത്ത് നൽകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ കുളിക്കുകയാണ്. അബൂ ഹുറൈറയോട് പറഞ്ഞു, വീട്ടിലേക്ക് കയറല്ല, ഞാൻ തുറക്കാമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അബൂ ഹുറൈറയുടെ ഉമ്മ വാതിൽ തുറക്കുകയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ നോക്കി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്ര തവണ പരിശ്രമിച്ചു. അതിനുശേഷം പ്രവാചകനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. നാം എത്ര ആളുകൾ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, അവർ ശരിയായ ഇസ്ലാമിന്റെ മാർഗത്തിലല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി നമ്മുടെ സുജൂദുകളിൽ, നമ്മുടെ രാത്രി നിസ്കാരങ്ങളിൽ എത്ര ആളുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണം, റബ്ബേ എൻ്റെ ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കണം. അവരിലേക്ക് ദീൻ എത്തിക്കുന്നതോടുകൂടി അവർക്ക് വേണ്ടി നാം കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യാൻ നാം ശ്രമിക്കുക. ഇങ്ങനെ നമ്മെ കൊണ്ടാകുന്ന രൂപത്തിൽ ഈ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് എത്തിച്ചു കൊടുക്കാം. കാരണം ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? ബാക്കിയുള്ള സമുദായങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു പറയുന്നു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. എന്താണ് കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നു. ഈ ആയത്തിന്റെ വിപരീതാർത്ഥം എന്താണ്? നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നല്ല ഉമ്മത്താവുക? നല്ല ഉമ്മത്താകണമെങ്കിൽ നിങ്ങൾ പരസ്പരം നന്മ കൽപ്പിക്കണം. നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പകർന്നു നൽകുക. എന്താണെങ്കിലും, പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്ന സമയം, ഇന്നത്തെ കാലഘട്ടത്തിൽ അനാചാരങ്ങളും ശിർക്കുകളും ഒക്കെ വ്യാപകമായി നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ളവരിലേക്ക് ഈ നന്മ എത്തിക്കാൻ നാം ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുവെങ്കിൽ അവരെ സമീപിച്ച് നിങ്ങൾ പറയാ, ഇത് പാടില്ല. ഇനി നിങ്ങളുടെ നാട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുക, നല്ല നിലയിൽ എത്തിച്ചു കൊടുക്കുക. എത്രയെത്ര അനാചാരങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാണിയൂർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വ്യക്തി മരണപ്പെടും. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ മഖ്ബറ നിർമ്മിക്കുകയാണ്, ഖബർ കെട്ടി ഉയർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അവിടെ നടപ്പിലാകാൻ വേണ്ടി പോകുന്നു. ദുനിയാവിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടാൻ പുതിയൊരു കേന്ദ്രം കൂടി തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ ദിനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, വല്ലാതെ പ്രയാസപ്പെട്ട ദിനങ്ങളായിരുന്നു. പ്രവാചകന്റെ ബോധക്ഷയം സംഭവിക്കും, പിന്നെ ബോധം വരും, പ്രവാചകൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരും, വീണ്ടും ബോധക്ഷയം സംഭവിക്കും, ബോധം വരും, പ്രവാചകൻ നസീഹത്തുകൾ നൽകും. ഇങ്ങനെ പ്രവാചകൻ അത്രയും രോഗം കലശലായി കഠിനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസാന ദിവസങ്ങളിൽ ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, മരണപ്പെടുന്നതിന് 5 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ألا وإن من كان قبلكم كانوا يتخذون قبور أنبيائهم وصالحيهم مساجدا.
നിങ്ങൾക്ക് മുമ്പുള്ള ജനവിഭാഗത്തിൽ ഏതെങ്കിലും ഒരു നബി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ സ്വാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവരുടെ ഖബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുമായിരുന്നു. അല, ജനങ്ങളെ നിങ്ങൾ അറിയുക, പ്രവാചകന്റെ മരണസമയത്തുള്ള വസിയത്തുകളിൽപ്പെട്ടതാണ് ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകളെ മസാജിദാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളെ അതിൽ നിന്ന് വിലക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മരണാസമയത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നസീഹത്ത് നൽകിയ, ഈ ഉമ്മത്തിന് നൽകിയ വസിയത്താണ് ഖബറുകൾ നിങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്. ഇന്നിതാ ആരാധനാ കേന്ദ്രങ്ങളാക്കാൻ എല്ലാവിധ ഏർപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ചുറ്റും നടക്കുന്നതാണ്. നാം ഇത് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി കാണുന്നത് കൊണ്ടാണ് നമുക്കിത് നിസ്സാരമായി തോന്നുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു വ്യക്തി കഅബാലയത്തിൽ പോവുകയും കഅബയുടെ അരികിൽ വെച്ച് സ്വന്തം മാതാവിനെ വിഭജിക്കുകയും കഅബയുടെ കല്ലുകൾ ഓരോന്നായി പൊട്ടിച്ചെറിയുകയും കഅബാലയത്തിനുള്ളിൽ മോശമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ വരുന്ന ഹാജിമാരെ കൊല്ലുകയും അവിടെ വെച്ച് മദ്യം വിളമ്പുകയും അവിടെ വെച്ച് വ്യഭിചരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതാണോ കൂടുതൽ അള്ളാഹുവിങ്കിൽ ഗൗരവമായിട്ടുള്ളത്? അതല്ല ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഖബറാളിയോട് ദുആ ചെയ്യുന്നതാണോ? ഏതാണ് റബ്ബിന്റെ മുമ്പിൽ ഗൗരവമുള്ളത്? ഖബറിന്റെ അരികിൽ വെച്ച് ഖബറാളിയോട് ദുആ ചെയ്യുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, അത് കഠിനമായ പാപമാണ് അള്ളാഹുവിനോട് പങ്കുചേർക്കുക എന്ന് പറയുന്നത്. വ്യഭിചാരം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരും. മദ്യപാനം റബ്ബ് ഉദ്ദേശിച്ചാൽ പുറത്തു തരും. ഏത് പ്രവർത്തനവും റബ്ബ് ഉദ്ദേശിച്ചാൽ പുറത്തു തരും. ശിർക്ക് ഒഴികെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അത് അള്ളാഹു മാപ്പാക്കാത്ത പാപമാണ്. അതിനുവേണ്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പരിശ്രമങ്ങൾ. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടും നമുക്കതിൽ വലിയ പ്രയാസം തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാൻ അത്രയും ബലഹീനമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, അവരോട് നാം നസീഹത്തോടുകൂടി വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. വതവാസൗ ബിൽ ഹഖ്, നിങ്ങൾ ഈ ദീനിന്റെ പ്രചാരകരാകണം. ഈ സത്യം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഏലസ് കെട്ടിയിട്ട് അതിൽ വിശ്വസിക്കുന്നവൻ, എന്റെ ഈ ഏലസിനെ എന്നെ നന്നാക്കാൻ വേണ്ടി സാധിക്കും എന്ന് വിശ്വസിക്കുന്നവനോട് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇത് പാടില്ലാത്തതാണ്. മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ഷിർക്കിൽ സംഭവിച്ചവനാണ്, ഷിർക്ക് സംഭവിച്ചവനാണ്. ഉറുക്കുകൾ കെട്ടുന്നവർ, ഏലസുകൾ കെട്ടുന്നവർ, അനാചാരങ്ങൾ ചെയ്യുന്നവർ, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും ധാരാളമുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ യാ അല്ലാഹ് എന്ന് വിളിക്കുന്നതിന് പകരം യാ അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീൻ എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ വിളിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സിയാറത്ത് ടൂറുകൾ എന്ന പേരിൽ മഖാബിറുകളിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്നു, പണം ചെലവഴിക്കുന്നു. സലാത്ത് മജ്ലിസ് എന്ന പേരിൽ ബിദ്അത്തിന്റെ ആഘോഷങ്ങൾ ഇവിടെ വ്യാപകമായി നടക്കുന്നു. മജ്ലിസെ നൂർ, സലാത്തുൽ ഫാത്തിഹ് എന്നൊക്കെ പല പേരുകളും പറഞ്ഞ് പുതിയ പുതിയ മജാലിസുകളും പുതിയ സലാത്തുകളും നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നു. ഇവിടെ നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, അള്ളാഹു പറഞ്ഞ വതവാസൗ ബിൽ ഹഖ്, നിങ്ങൾ സത്യം പരസ്പരം പറയണമെന്ന് പറഞ്ഞ ബാധ്യത എത്ര പേർ നിർവഹിച്ചിട്ടുണ്ട്? നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളില്ലേ? നമുക്കൊരു എഴുത്തെഴുതാൻ, നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ഹദീസ് അനുസരിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ബിദ്അത്തിനെതിരെയുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഒരു എഴുത്തെഴുതി നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ എന്താണ് തടസ്സം? നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്ക് അയച്ചു കൊടുക്കാൻ എന്താണ് തടസ്സം? ഒരുപക്ഷെ നിങ്ങളുടെ തടസ്സം എന്തായിരിക്കും? നിങ്ങളത് അവരോട് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അവർ നിങ്ങളോട് മോശമായിട്ട് ഒരുപക്ഷെ തിരിച്ചു പ്രതികരിക്കും. അവിടെയാണ് വതവാസൗ ബിസ്സബ്ർ, അതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ അത് ക്ഷമിക്കാനും നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഇസ്ലാം വിലക്കിയിരിക്കുന്ന ഈ മ്ലേച്ഛതകൾ ഇവിടെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരിൽ നാം ദീൻ പ്രചരിപ്പിക്കുക, അള്ളാഹുവിന്റെ സത്യദീൻ അത് നാം ജനങ്ങളിലേക്ക് പറഞ്ഞു പ്രചരിപ്പിക്കുക. ഒരു ഭാഗത്ത് ബിദ്അത്തുകൾ, ഒരു ഭാഗത്ത് ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ തെറ്റുകൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ, മദ്യശാലകൾ ധാരാളമായി ഇവിടെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേശ്യശാലകൾ ധാരാളമായി അതിനുള്ള സൗകര്യങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് പല സംവിധാനങ്ങളും ഡാൻസുകളും മറ്റുമൊക്കെ സ്ഥാപനങ്ങളിൽ നിർബന്ധമായി വരാനിരിക്കുന്ന സാഹചര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് സാധിക്കുന്ന നിലയിൽ റബ്ബിന്റെ ദീനിനെ ഉയർത്താൻ നാം സംസാരിച്ചു കൊണ്ടിരിക്കണം, അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തണം. ആരെങ്കിലും നമ്മോട് വന്ന് ചോദിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾ എന്തിനാ എതിർക്കുന്നത്? നിങ്ങൾ പ്രാകൃത മതമാണോ, പഴയ കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്? ആരെന്ത് പറഞ്ഞാലും
ആരെന്ത് പറഞ്ഞാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അലസ്ന അലൽ ഹഖ് ഔ ലൈസു അലൽ ബാതിൽ. ഹുദൈബിയ സന്ധിയിൽ പ്രവാചകനോട് പറഞ്ഞില്ലേ, അബൂബക്കറിനോട് പറഞ്ഞില്ലേ, അബൂബക്കർ അവർ ബാത്തിലിന്റെ ആളുകളല്ലേ, ഞങ്ങൾ ഹക്കിന്റെ ആളുകളല്ലേ, വലിമ നുഅതി ദനിയത ഫീ ദീനിന, പിന്നെ എന്തിനു നാം തലകുനിക്കണം? ഇത് അള്ളാഹുവിന്റെ മതമാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ച റബ്ബിന്റെ മതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആര് നമ്മോട് വന്ന് അവരുടെ ബുദ്ധി അനുസരിച്ച് പറഞ്ഞാലും ഏതെങ്കിലും നജസുകൾ ചാനലുകളിലും മറ്റും ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെതിരെ ശബ്ദിച്ചാലും നമുക്കൊന്നേ പറയാനുള്ളൂ, അള്ളാഹുവും റസൂലും വിലക്കിയിട്ടുണ്ടോ? സമിഅനാ വ അതഅന, കേൾക്കുക, അനുസരിക്കുക. സൗകര്യമുള്ളവർ കേട്ടോ, സൗകര്യമില്ലാത്തവർക്ക് ബാക്കി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ദിവസത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിനെതിരിൽ ഇസ്ലാമിക മതവിശ്വാസങ്ങളെ തച്ചുടക്കാനുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെതിരിൽ ശക്തമായ പ്രതിരോധം നമുക്ക് സാധിക്കുന്ന നിലയിൽ യഥാർത്ഥ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ട് നാം ശ്രമിക്കണം. അതായിരുന്നു നബിമാരുടെ ദൗത്യം. അള്ളാഹു പറഞ്ഞതുപോലെ റുസുലൻ മുബശ്ശിരീൻ വമുൻദിരീൻ, അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ്? ജനങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അമ്പിയാക്കളെ പിൻപറ്റുന്ന ആളുകളുടെ അടയാളം എന്താണ്? അവർ പറയും, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. പ്രവാചകരെ പറയുക, ഇതാണ് ശരിയായ മാർഗം, ഈ മാർഗത്തിൽ ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രവാചകന്റെ അനുയായികളാണെന്ന് പറയുന്നുവെങ്കിൽ, പ്രവാചകന്റെ അനുയായികളാണെന്ന് പറയുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ആശയം അള്ളാഹുവിന്റെ ദീൻ അത് നിങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക. സോഷ്യൽ മീഡിയകളിൽ ഒരു വോയിസ് ആയിരിക്കും നിങ്ങൾ അയക്കുന്നത്, അത് ബിഇദ്നില്ലാഹ് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്ന വോയിസ് ആണെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. സോഷ്യൽ മീഡിയകളിൽ ഒരു എഴുത്ത് നിങ്ങൾക്ക് ലഭിച്ചു, അത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. ദീനിനെ സഹായിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സോഷ്യൽ മീഡിയകളിൽ, എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നു, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്നു, ദീനിനെ സഹായിക്കുന്ന ഒരു വാക്ക് നമ്മുടെ വിരൽ തുമ്പുകൊണ്ട് ഒരു പ്രസ്സിൽ നമുക്ക് നടക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൽ നാം കുറവ് കാണിക്കാൻ പാടില്ല, അതിൽ നാം കുറവ് കാണിക്കരുത്. അങ്ങനെയായിരുന്നു അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എക്കാലഘട്ടത്തിലും ഈ ദീനിനെ സംരക്ഷിച്ചത്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയത്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു. കച്ചവടക്കാരൊക്കെ അവരുടെ കച്ചവടത്തിന്റെ തിരക്കുകളിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, യാ അഹ്ലസ്സൂഖ് മാ അഅജസകും, പട്ടണത്തിൽ കച്ചവടം ചെയ്യുന്നവരെ നിങ്ങൾക്ക് എന്തു പറ്റി? ആളുകൾ ചോദിച്ചു, വമാ ദാക യാ അബൂ ഹുറൈറ, എന്താ അബൂ ഹുറൈറ അങ്ങനെ ചോദിച്ചത്? അബൂ ഹുറൈറ പറഞ്ഞു, ദാലിക മീറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്സം, ഇദാ മസ്ജിദിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം വീതിക്കപ്പെടുകയാണ്, അനന്തരാവകാശം വീതിക്കപ്പെടുകയാണ്. ആളുകൾ ചോദിച്ചു, എവിടെയാണ്? അബൂ ഹുറൈറ പറഞ്ഞു, ഇദാ മസ്ജിദിൽ. ജനങ്ങളൊക്കെ വേഗത്തിൽ പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടണത്തിൽ അവരെ കാത്തിരുന്നു. ജനങ്ങൾ തിരിച്ചു വന്ന ശേഷം അബൂ ഹുറൈറയോട് പറഞ്ഞു, ഖദ് അതൈനൽ മസ്ജിദ ഫദഖൽനാ ഫീ. അബൂ ഹുറൈറ, ഞങ്ങൾ ഇതാ മസ്ജിദിലേക്ക് പോയി, അവിടെ നമ്മൾ പ്രവേശിച്ചു. ഫലം നറ ഫീഹി ശൈഅൻ യുഖ്സം, അവിടെ ഒന്നും അനന്തരാവകാശ സ്വത്തുക്കളും ഒന്നും വീതിക്കുന്നത് നാം കണ്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് മസ്ജിദിൽ കണ്ടത്? അവർ പറഞ്ഞു, ഖൗമൻ യഖറഊനൽ ഖുർആൻ, കുറച്ച് ആളുകൾ ഇരുന്ന് ഖുർആൻ ഓതുന്നു. വഖൗമൻ യതദാകറൂനൽ ഹലാല വൽ ഹറാം, ചില ആളുകൾ ഇരുന്ന് എന്താണ് ഹലാൽ ഹറാം ദീനിനെ കുറിച്ച് പഠിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹകും ഫദാലിക മീറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, അതാണ് പ്രവാചകന്റെ അനന്തരാവകാശമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ, ചിലപ്പോഴേക്ക് നമ്മൾ കരുതാറില്ലേ, പ്രവാചകൻ ജീവിച്ചിരുന്നുവെങ്കിൽ, നമുക്കിടയിൽ പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് തോന്നാറില്ലേ? ആ പ്രവാചകനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ പ്രവാചകന്റെ അനന്തരാവകാശമാണ് ഈ ദീൻ എന്നുള്ളത്. പ്രവാചകൻ ഇവിടെ സമ്പാദ്യം വിട്ടേച്ചു പോയിട്ടില്ല, പ്രവാചകൻ ഇവിടെ ദുനിയാവിന്റെ സുഖങ്ങൾ വിട്ടേച്ചു പോയിട്ടില്ല, മറിച്ച് പ്രവാചകൻ വിട്ടേച്ചു പോയത് ഈ ദീനാണ്. ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു എന്ന് നീ പറയുന്നത് സത്യസന്ധമായ വാദമാണെങ്കിൽ ആ ദീനിന് വേണ്ടി നിനക്കാവുന്നത് നീ ചെയ്യുക. ആളുകളിലേക്ക് ഈ ദീൻ നീ പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഈ ദുനിയാവ് നമ്മെ വഞ്ചിക്കാതിരിക്കുക. ഈ ദുനിയാവിന്റെ ഏത് സുഖങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരെ നശിച്ചു പോകുമെന്ന് ആർക്കാ അറിയാത്തത്? യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്, ജനങ്ങളെ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ,
ഇഹലോക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, നിങ്ങളെ പിശാച് വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനമായി നിർത്തുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുക. ബിഇദ്നില്ലാഹ് നമ്മൾ പരസ്പരം നന്മകൾ പറഞ്ഞു കൊടുക്കും, എത്ര നിസ്സാരാണെങ്കിലും. അങ്ങനെ നിങ്ങൾ ഉണർത്തി നോക്കൂ. 2 കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാർ തീരുമാനമെടുക്കുക, ഇന്ന് മുതൽ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ പരസ്പരം ഉണർത്തും, അല്ലെങ്കിൽ നന്മകളിൽ പരസ്പരം ഉണർത്തും. ഇപ്പം മഴക്കാലാണ്, 2 ആളുകൾ പുറത്തു നിൽക്കുന്നു, കൂട്ടുകാർ, മഴ പെയ്യുന്നു, പെട്ടെന്ന് സഹോദരനെ ഓർമ്മിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന് പറയണം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ എന്ന് പറയണം. ഒരു ഇബാദത്താണ്. ഒരുപക്ഷെ അതായിരിക്കും റബ്ബിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്. ഇടിവെട്ടി, ഇടിമുഴക്കമുണ്ടായി, സഹോദരനോട് പറഞ്ഞു കൊടുക്കുക. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇടിമുഴങ്ങുമ്പോൾ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇബാദത്ത് അവൻ ചെയ്തു. കാറ്റ് വീശുന്നു, പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റ് വീശുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ എന്ന് പറയുന്ന കാറ്റ് വീശുമ്പോഴുള്ള ദുആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് നീ ചൊല്ലണം. ഇങ്ങനെ ഏത് കാര്യത്തിലും പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സഹകരിക്കാൻ സാധിക്കും. നമ്മൾ പരസ്പരം പോകുമ്പോൾ മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിക്കും. ഒരു പെൺകുട്ടിയെ കണ്ടു, നോക്കിപ്പോയി, അല്ലെങ്കിൽ നോക്കുമ്പോൾ കൂടെയുള്ളവർ പറയാം, നോക്കരുത്, അത് അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. നമ്മൾ അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ഒരു തമാശ രൂപത്തിൽ പലപ്പോഴും അതിന്റെ ഗൗരവം കാണാതെയാണ് പറയാറുള്ളത്. അല്ല, അവരോട് പറയാ, ഇത് ഇസ്ലാം വിലക്കിയതാണ്, ആ നോട്ടം ഹറാമാണ്. താടി വടിക്കാൻ ഒരു സഹോദരൻ പോകുമ്പോൾ അവനോട് പറയാം, അത് ചെയ്യരുത്, നീ താടി വടിച്ച അവസ്ഥയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ, നീ താടി വടിച്ച അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുബഅസുൽ അബ്ദു അലാ മാ മാത അലൈഹി, എങ്ങനെയാണ് ഒരാൾ മരിച്ചത് അങ്ങനെയാണ് റബ്ബിനെ കണ്ടുമുട്ടുക. വിഷയം ഗൗരവമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന് ജീവിതത്തിന്റെ അവസാന സമയം ക്യാൻസർ ബാധിച്ചു. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ചില വിദേശ രാഷ്ട്രങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം ചികിത്സിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ താടി വടിച്ചു കളയണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, താടിയില്ലാതെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തോട് ഡോക്ടേഴ്സ് പറഞ്ഞു, മരണപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? മർഹബൻ ബിൽ മൗത്ത്, മരണത്തിന്റെ സ്വാഗതം. ഇതാണ് ഈമാൻ. അതുകൊണ്ട് നാം കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ടവരെ റബ്ബ് ഇഷ്ടപ്പെടുന്ന അമലുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുക. ദീനിന്റെ സദസ്സുകളിൽ നാം നിറസാന്നിധ്യമാവുക. ദീനിന്റെ സദസ്സുകൾ ഉണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് നാം പോവുക. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അനിയന്മാർ, നമ്മുടെ ജ്യേഷ്ഠന്മാർ, നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ, അവരെ ദീനിന്റെ സദസ്സുകളിലേക്ക് നാം ക്ഷണിക്കുക, അവരെ നാം വിളിക്കുക, അവരെയും ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുപ്പിക്കുക. എത്ര വലിയ ഫضലാണ്! ദീനിന്റെ മജാലിസുകളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്. ഒരൊറ്റ ഹദീസ് ഞാൻ പറയാം, ഞാൻ പലയിടങ്ങളിലും പറഞ്ഞതാണ്. ഒരൊറ്റ ഹദീസ്. ദീനിന്റെ മജ്ലിസിൽ ഇരുന്നാൽ എന്താണ് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാറതൻ ഫുദുല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില അടിമകളുണ്ട് ഭൂമിയിൽ, ചില മലക്കുകളുണ്ട് ഭൂമിയിൽ. അവർ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്താണ് അവരുടെ ജോലി? യതസബ്ബഊന മജാലിസ അദ്ദിക്ർ. അവർ അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന മജ്ലിസുകൾ ഇങ്ങനെ തേടി നടക്കും. ഇപ്പൊ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, ഈ ഒരു മജ്ലിസിൽ നാം ആരെ കുറിച്ചാണ് പറയുന്നത്? അല്ലാഹുവിനെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള മജ്ലിസുകളാണ് അവരുടെ അന്വേഷണം. ഫൈദ വജദു മജ്ലിസൻ ഫീഹി ദിക്റുൻ ഖഅദു മഅഹും. അങ്ങനെ മലക്കുകൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഇവിടെ റബ്ബിനെ കുറിച്ച് പറയുന്നു, മലക്കുകൾ അവിടെ ഇരിക്കും, ഈ സദസ്സിലിരിക്കും. ഈ സദസ്സൊക്കെ കഴിഞ്ഞ് മലക്കുകൾ ആകാശത്തേക്ക് പോയാൽ അല്ലാഹു ചോദിക്കും, മിൻ ഐന ജിഅ്തും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവർ പറയും, ജിഅ്നാ മിൻ ഇൻദി ഇബാദില്ലക ഫിൽ അർദ്. അല്ലാഹുവേ, ചില ആളുകൾ ഇങ്ങനെ ഇരുന്ന് നിന്നെക്കുറിച്ച് പറയാൻ, അവരുടെ അരികിൽ നിന്നാണ് നാം വരുന്നത്. അല്ലാഹു ചോദിക്കും, എന്താണ് അവരുടെ ആവശ്യം, അവരെന്താ ചെയ്യുന്നത്? മലക്കുകൾ പറയും, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹല്ലിലൂനക, നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, എന്താണ് അവരുടെ ആവശ്യം? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? നമ്മളെല്ലാവരും നമ്മൾ ഈ ദീനിന്റെ സദസ്സിൽ ഇരുന്നുവെങ്കിൽ നമ്മെക്കുറിച്ച് ചോദിക്കും. നമ്മെക്കുറിച്ച് അല്ലാഹു മലക്കുകളോട് ചോദിക്കും, എന്താണ് അവരുടെ ആവശ്യം? മലക്കുകൾ പറയും, അല്ലാഹുവേ, അവർക്ക് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ,
യസ്അലൂന ജന്നതക, അവർക്ക് നിന്റെ സ്വർഗം വേണം. നമ്മൾ എന്തിനാ ഇവിടെയൊക്കെ ഇരിക്കുന്നത്? സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അവർക്ക് നിന്റെ സ്വർഗം വേണം. അള്ളാഹു ചോദിക്കും, വേറെന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടോ? മലക്കുകൾ പറയും, അള്ളാഹുവേ, അവർ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട്. അള്ളാഹു പറയും, മറ്റെന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടോ? മലക്കുകൾ പറയും, അള്ളാഹുവേ, അവരുടെ പാപങ്ങൾ നീ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ സമയം മലക്കുകളോട് അള്ളാഹു പറയും, അവരുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാനിതാ അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. അവർ നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചു, ഞാൻ അവർക്ക് അതും വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ പാപങ്ങളിതാ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിച്ച്, ഈ ഒരു സദസ്സ് കഴിഞ്ഞ് ഓരോരുത്തരും നിങ്ങൾ തിരിഞ്ഞു പോയാൽ നിങ്ങളെക്കുറിച്ച് അടുത്ത സംഭാഷണം നടക്കുന്നത് 7 ആകാശത്തിന് മുകളിൽ അള്ളാഹുവിൻ്റെയും മലക്കുകൾക്കുമിടയിലാണ് നിങ്ങളെക്കുറിച്ച് സംസാരം ഉണ്ടാവുന്നത്. അള്ളാഹു പറയും, നിങ്ങൾക്കിതൊക്കെ നൽകും. ഈ സമയം മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, യാ റബ്ബി ഫീഹിം അബ്ദുൻ ഖത്താ, അവർക്കിടയിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ധാരാളം പാപങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഇങ്ങനെ ദീനിന്റെ മജ്‌ലിസുകളൊന്നും പൊതുവെ ഇരിക്കുന്ന ഒരാളല്ല. അയാൾ അന്നവിടെ ഇരിക്കാനുള്ള പശ്ചാത്തലം എന്താണ്? അന്നവിടെ ആ വ്യക്തി വന്നപ്പോൾ ഈ മജ്‌ലിസ് അദ്ദേഹം കണ്ടു. അപ്പൊ കണ്ട കൂട്ടത്തിൽ അദ്ദേഹം ഇരുന്നു. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. അള്ളാഹു പറയും, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ കൂടെ ഇരുന്ന ഒരാൾക്കും ദുഃഖിക്കേണ്ടി വരികയില്ല. അവനും ഞാനിത് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എത്ര വലിയ ഫضലാണ് സഹോദരങ്ങളെ, എത്ര വലിയ അനുഗ്രഹമാണ്. ദീനിന്റെ സദസ്സുകളിൽ ഇങ്ങനെ പങ്കെടുത്താൽ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരും തീരുമാനമെടുക്കുക, ബിഇദ്നില്ലാഹ് ഇനി നടക്കുന്ന ദീനിന്റെ സദസ്സുകളിൽ ഞാൻ പങ്കെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത് ജോലി ചെയ്തുകൊണ്ട് മാത്രം നടക്കാനല്ല, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ദീനിന്റെ സദസ്സുകളിൽ ഇരിക്കണം. അതുകൊണ്ട് എന്ത് തിരക്കാണെങ്കിലും ദീനിന്റെ മജാലിസുകൾ സംഘടിപ്പിക്കപ്പെട്ടാൽ, അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? ഞാൻ ഈ മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു പോയാൽ എന്നെക്കുറിച്ച് എൻ്റെ റബ്ബ് സംസാരിക്കും. അതിനേക്കാളും വലിയ തിരക്കൊന്നും ഈ ഭൂമിയിൽ നമുക്കില്ലല്ലോ. എന്നെക്കുറിച്ച് എൻ്റെ റബ്ബും മലക്കുകളും സംസാരിക്കും. അതുകൊണ്ട് ഏത് ദീനിന്റെ മജ്‌ലിസ് ഉണ്ടെങ്കിലും ബിഇദ്നില്ലാഹ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന അഹ്ലുസുന്നയുടെ മജാലിസുകളിൽ നമ്മൾ പങ്കെടുക്കുമെന്നൊരു തീരുമാനം ഇന്നിവിടെ എൻ്റെ സഹോദരങ്ങൾ സ്വീകരിക്കണം. വളരെ നിർബന്ധിത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. അതല്ലെങ്കിൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ ദീനിന്റെ മജാലിസുകളിൽ പങ്കെടുക്കണം. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ അതിൽ നിങ്ങൾ വീഴ്ച കാണിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ഈമാനിനെ ഉണർത്തും. റബ്ബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ഉണർവേകും. ഇനി അഥവാ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പതിവായി പങ്കെടുക്കുന്നു, ഒരു ദിവസം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, പങ്കെടുത്ത ആളുകളോട് ചോദിക്കുക, ഇന്നെന്തൊക്കെയാ പറഞ്ഞു തന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഞാനും എൻ്റെ ഉമർ പ്രവാചകൻ പറഞ്ഞു, ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. ആ ഉമർ അദ്ദേഹം പറയാണ്, ഞാനും എൻ്റെ അയൽവാസിയും ഞങ്ങൾ പ്രവാചകന്റെ സദസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഊഴം വെക്കുമായിരുന്നു. രണ്ടുപേർക്കും ജോലിയുണ്ട്, ഊഴം വെക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ഞാൻ പോകും, അന്നേ ദിവസം എൻ്റെ അയൽവാസി ജോലിക്ക് പോകും. തിരിച്ചു വന്നാൽ ഞാൻ അയൽവാസിക്ക് പറഞ്ഞു കൊടുക്കും ഇന്നെന്തൊക്കെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, എന്തൊക്കെയാ കേട്ടത്. ചില ആളുകൾ പറയും, ദീനിന്റെ സദസ്സുകളിൽ പോയിട്ട് പുതുതായിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പുതുതായിട്ട് കിട്ടാനൊന്നുമില്ല. ദീനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഉണർത്തുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പോയ ദിവസം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിന്റെ പേര് ഇത്ബാൻ ഇബ്നു മാലിക് എന്നാണ്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കും ഇന്നെന്തൊക്കെയാ പ്രവാചകൻ പഠിപ്പിച്ചത്. പിറ്റേ ദിവസം ഇത്ബാന് പ്രവാചകന്റെ സദസ്സിൽ പോകും, എനിക്ക് ജോലിക്ക് പോകണം. ഞാൻ തിരിച്ചു വന്നാൽ നബി സല്ലല്ലാഹു ഉമറിനോട് ചോദിക്കും, ഇന്നെന്തൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉമറിന്റെ സ്വർഗത്തിലുള്ള കൊട്ടാരം ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ആ ഉമറാണ് ഇങ്ങനെ ഇൽമിന്റെ സദസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നു മുതൽ തീരുമാനമെടുക്കുക, ബിഇദ്നില്ലാഹ് ദീനിന്റെ സദസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ പങ്കെടുക്കും. നിങ്ങൾ പങ്കെടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ അടുത്തുള്ള ആളുകളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒരാളാണെങ്കിൽ എല്ലാവരും തീരുമാനിച്ചാൽ മതി, ഞാൻ ഒരാളെ കൊണ്ടുവരും. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയാസം ഉണ്ടാകും. ആളുകൾ എന്താ പറയാ, ഇവൻ വലിയ നല്ലവൻ, വതവാസൗ ബിസ്സബ്ർ, നിങ്ങൾ ആ സബ്ർ ചെയ്യണം. എന്നിട്ട് ആളുകളെ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ മജാലിസുകളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്കുള്ള നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദഅ ഇലാ ഹുദാ കാന ലഹു മിനൽ അജ്രി മിസ്ലഹ, അതുപോലെയുള്ള പ്രതിഫലം അവന് ലഭിക്കും. ഇപ്പൊ നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നു, അയാൾ വന്ന് സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു, അല്ലെങ്കിൽ അയാൾ പലിശ ഇടപാട് നടത്തുന്ന ആളായിരുന്നു, ദർസ് കേട്ടു, അയാൾക്ക് പലിശ ഇടപാട് ഒഴിവാക്കി, അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ഉണ്ട്. അയാൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു, നിങ്ങൾ
അയാളെ കൊണ്ടുവരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അയാൾ 70 വർഷം ജീവിച്ചാൽ ഈ 70 വർഷം അയാൾ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. ഇത്ര നിസ്സാരമായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അമലുകൾ നിലനിൽക്ക് എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു പറഞ്ഞില്ലേ, യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. പരലോകത്തെത്തിയാൽ പണ്ട് ചെയ്ത കാര്യങ്ങളും പിന്നീട് ചെയ്യുന്ന അവന് മരണത്തിന് മുമ്പുള്ള കാര്യങ്ങളും ശേഷമുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കും. അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി കാണാം. അതുകൊണ്ടുള്ള ഉദ്ദേശം ജീവിതകാലത്ത് പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളും അവൻ മുഖേന ഭൂമിയിൽ ചെയ്യപ്പെടുന്ന അമലുകളുടെ പ്രതിഫലവും അവന് ലഭിക്കും. ഇപ്പൊ നിങ്ങളൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, ആരെങ്കിലും നന്മ ചെയ്താൽ ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയണം. നിങ്ങൾ മരണപ്പെട്ടു, അയാൾ നിങ്ങൾക്ക് ശേഷം ഒരു 50 വർഷം ജീവിച്ചു എന്ന് സങ്കല്പിക്കുക. അയാൾ മറ്റൊരാൾക്കും അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഒരു നന്മ തുടർന്നു പോയാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ഖബറിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്നത് നിസാര കാര്യമായിരിക്കും, പക്ഷേ മരണശേഷം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആ ഘട്ടത്തിൽ നമുക്കിങ്ങനെ നമ്മുടെ ഏടുകളിലേക്ക്, നമ്മുടെ സൽക്കർമ്മങ്ങളിലേക്ക് പുതുതായി ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദീനിന്റെ സദസ്സുകളിൽ നിർബന്ധമായും നിങ്ങൾ പങ്കെടുക്കുക. ഏത് സദസ്സ് അഹ്ലുസുന്നയുടേത് കേട്ടാലും അവിടെ നിങ്ങൾ ചെന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ കൂടെ കൂട്ടുക. അവർ ദീൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനി അഥവാ വല്ലതും നഷ്ടപ്പെട്ടാൽ അടുത്ത ദർസിൽ പോകാം, ഈ ദർസിന് പ്രശ്നമില്ല എന്ന് വിടാതെ ആ ദർസിൽ എന്തൊക്കെയാണ് നന്മകൾ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നാം അറിയാനുള്ള ആകാംക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ, അങ്ങനെയാണ് അവർ ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, 2 താബിഈ പണ്ഡിതന്മാർ ഒരിക്കൽ മസ്ജിദിന്റെ അരികിൽ, അല്ലെങ്കിൽ അവർക്ക് മുമ്പുള്ളവർ, അവർക്ക് ശേഷമുള്ളവർ മസ്ജിദിന്റെ വാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവർ ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇശാ നിസ്കാരത്തിന് ശേഷം പിന്നീട് ഇമാം ഫജറിന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് അവർ അറിയുന്നത് സമയം ഇത്രയും കടന്നുപോയി എന്നുള്ളത്. അവരെങ്ങനെയാണ് ജീവിച്ചത്? മൻസൂർ ബിൻ ജാദാൻ റഹിമഹുല്ലാ എപ്പോഴും നന്മകളിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, നാളെ നിങ്ങൾ മരണപ്പെടുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞാലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും വർദ്ധിപ്പിക്കാനില്ലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളോട് പറയണം നാളെ നിങ്ങൾ മരിക്കും. നമ്മൾ ഇന്ന് ജീവിച്ച ജീവിതമായിരിക്കുമോ നാളെ ജീവിക്കുക? ആയിരിക്കുമോ? ഇല്ല. നമ്മൾ നാളെ ചിലപ്പോൾ ജോലിക്കൊന്നും പോകാതെ ഇബാദത്ത്, നിസ്കാരം, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യും. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യാം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് ദീനിനെ നിങ്ങൾ കഴിവിന്റെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കുക. അല്ലാഹു സൂറത്തുൽ അസ്റിൽ പറഞ്ഞ 4 കാര്യങ്ങൾ, അൽ ഈമാൻ വൽഅമലു സ്വാലിഹ് വത്തവാസി ബിൽ ഹഖ്, പരസ്പരം നന്മകൾ പറയുക, വത്തവാസി ബിസ് സബ്ർ, പരസ്പരം സബർ കൊണ്ട് വസിയത്ത് ചെയ്യുക. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് കൂടുതൽ പഠിക്കാനും ദീനിന്റെ സദസ്സുകൾ ധാരാളമായി പങ്കെടുക്കാനും അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനും റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.